ജോലി കളയാതെ തന്നെ 25,000 മുതൽ ലക്ഷങ്ങൾ വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഈ അടുത്ത് ഞാനൊരു ഫ്രണ്ടിനെ കഴിഞ്ഞായിരുന്നു. അവൾ പ്രൊഡക്റ്റ് ഡിസൈനറായിട്ട് കോഴിക്കോട് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ബിസിനസ്സും കൂടി നടത്തുന്നുണ്ട്. അവളുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് അറിയാൻ പറ്റിയത് ചില മാസങ്ങളിൽ അവർക്ക് സാധാരണ കിട്ടുന്ന ശമ്പളത്തിനേക്കാളും ഇരട്ടി വരുമാനം ഇതിൽ നിന്ന് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നാണ്. അപ്പൊ അവളോടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഈ ബിസിനസിനെ കുറിച്ച് കുറേ അധികം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നി ഇത് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ എന്റെ വ്യൂവേഴ്സിനോടും കൂടി സംസാരിക്കണമെന്ന്. അതുകൊണ്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഹൈലൈറ്റ് എന്താണെന്ന് വിചാരിച്ചാൽ ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ്. ഈസിയായി മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ തികച്ചും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ്, ഞാൻ പ്രിയ. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. Airbnb റെന്റൽസ് എന്നാണ് ഈ ബിസിനസിന്റെ പേര്. ഇത് അധികം ആർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതെന്താണെന്ന് ആദ്യം പറഞ്ഞുതരാം. Airbnb മീൻസ് എയർ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഒരു സിറ്റിയിൽ ഡിസൈനർ കോൺഫറൻസിന് വന്ന ആൾക്കാർക്ക് താമസിക്കാൻ ഇടവില്ലാണ്ടായപ്പോൾ അതിന്റെ കോർഡിനേറ്റർമാർ അവരുടെ വീട്ടിൽ തന്നെ കുറച്ച് എയർ ബെഡും പിന്നെ അതിനായിട്ട് കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റും കൊടുത്ത് തുടങ്ങിയ ഒരു സെറ്റപ്പ് ആയിരുന്നു, ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഇത്. അതാണ് ഇത്രയും വലിയൊരു Airbnb എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് മാറിയത്. അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് Airbnb തന്നെ കറക്റ്റ് മനസ്സിലാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതൊരു വെബ്സൈറ്റ് ആണ്, ഒരു ആപ്പാണ്. നമുക്കിപ്പോൾ ട്രെയിനിന്റെ ആവശ്യം വരുമ്പോൾ നമ്മൾ IRCTC ട്രെയിനിന് ബുക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെ നമുക്കൊരു വാഹനത്തിന് പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ ഊബർ പോലുള്ളൊരു ബുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്തിൻ്റെയോ താമസിക്കാൻ ഒരു സൗകര്യത്തിന്റെ ആവശ്യം വരുമ്പോൾ നമുക്ക് ഇതുപോലെ ആപ്പ് വഴി ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെന്റൽ ഹോമാണ് Airbnb. ഒരു റൂമോ കാര്യമല്ല, ഒരു വീട് പോലെ ആയിരിക്കും, ഒരു ഹോംലി സ്പേസ് ആയിരിക്കും. നമുക്ക് അത്രയും സേഫ് ആൻഡ് സെക്യൂരിറ്റി നമുക്ക് ഓഫർ ചെയ്യുന്ന ഒരു ഹോംലി സ്പേസ് ആണ് ഈ Airbnb. ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഹോട്ടലിൻ്റെതായ പ്രൊഫഷണൽ സെറ്റപ്പ് ആയിരിക്കും. പക്ഷേ ഈ Airbnb റെന്റൽ ആകുമ്പോൾ അതിന് എല്ലാ ഹോംലി സെറ്റപ്പ് ആയിരിക്കും. കാരണം നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാവും. വാഷിംഗ് മെഷീൻ ഉണ്ടാവും, ഫ്രിഡ്ജ് ഉണ്ടാവും, നമുക്ക് അത്യാവശ്യം ഭക്ഷണം പാകം ചെയ്യാനുള്ള കിച്ചൺ സെറ്റപ്പ് ഇതെല്ലാം ഉള്ള ഒരു ഹോംലി റെന്റൽ അപ്പാർട്ട്മെന്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതാണ് Airbnb. എന്നാൽ എല്ലാം അങ്ങനെയല്ല. സിംഗിൾ റൂംസും ഈ രീതിയിൽ നമുക്ക് Airbnb-യിൽ കിട്ടാനും പറ്റും, കൊടുക്കാനും പറ്റും. അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. എങ്ങനെ കിട്ടും, എങ്ങനെ കൊടുക്കും. ഇത് ഏകദേശം 220 രാജ്യങ്ങളായി വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ബട്ട് കമ്പാരിറ്റീവ്ലി കേരളത്തിൽ കുറച്ച് കുറവാണ്. പക്ഷേ എല്ലാം നോർത്തിലേക്ക് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇഷ്ടം പോലെ Airbnb റെന്റൽസ് നമുക്ക് കിട്ടും. പക്ഷെ കണ്ണൂരൊക്കെ വളരെ കുറവാണ്. കൊച്ചി പോലുള്ള സിറ്റീസിലുണ്ട്. പക്ഷെ നോർത്തിലാണ് ഏറ്റവും നന്നായി ഇതിന്റെ ഒരു ബിസിനസ് നടക്കുന്നത്. ഈ Airbnb ബിസിനസ് ഞാൻ പറഞ്ഞല്ലോ, അത് ശരിക്കും ഒരു ബിസിനസ് അല്ല. അത് 3 രീതിയിൽ, അത് മൂന്ന് സ്റ്റൈലിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഈ ബിസിനസ് 3 രീതിയിലാണ് അതിന്റെ ബെനിഫിറ്റ്. അപ്പോൾ ഓരോന്നിന്റെ നേട്ടങ്ങളായാലും മൂന്ന് തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന്റെ ബിസിനസ് സ്റ്റൈലും വേറെ വേറെ ആയിരിക്കും. പറയാൻ ഒറ്റ ഒന്നാണ് Airbnb ബിസിനസ് എന്നാണ്. ഈ ഒരു ബിസിനസ്സിൽ ഉൾക്കൊള്ളുന്നതാണ് ഈ 3 ടൈപ്പ് ബിസിനസ്സും. അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇത് നിങ്ങളുടെ വീട്ടിലെ നിങ്ങൾ ഉപയോഗിക്കാത്ത റൂമുകളോ ഇനി ഔട്ട് ഹൗസ് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് നടത്തുന്ന, അത് അപ്ലോഡ് ചെയ്ത് Airbnb-യിൽ അപ്ലോഡ് ചെയ്ത് നടത്തുന്ന ബിസിനസ്സാണ് ഒന്നാമത്തെ ബിസിനസ്. രണ്ടാമത്തെ കോ ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. മൂന്നാമത്തെ Airbnb ആർബിട്രേജ്. ഈ 3നെ കുറിച്ച് ഞാൻ വ്യക്തമായി വിശദീകരിച്ച് പറഞ്ഞുതരാം. ആദ്യത്തെ മോഡല് നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ ഉപയോഗിക്കാത്ത റൂമുകളോ ഇനി ഔട്ട് ഹൗസ് പോലെയുള്ളതോ അല്ല, അതുമല്ല ഈ ഗൾഫിലുള്ളവർ അങ്ങ് നാട്ടിൽ വീടെടുത്ത് വെച്ച് ഗൾഫിലേക്ക് പോകുന്നവരുണ്ടല്ലേ, അവർ അങ്ങനെ വെറുതെ യൂസ് ചെയ്യാതെ വിട്ടിരിക്കുന്ന വീടുകളോ ഇനിയല്ല താഴത്തെ ഫ്ലോർ മാത്രം ഉപയോഗിച്ച് മേലത്തെ ഫ്ലോർ ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഏരിയകളോ ഇതൊക്കെ നിങ്ങൾക്ക് Airbnb-യിൽ അപ്ലോഡ് ചെയ്ത് ബിസിനസ് ചെയ്യാൻ പറ്റും. ആകെ നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട് ഒന്ന് നല്ല ഭംഗിയായി ഒരു കാണുമ്പോൾ നമുക്ക് അടിപൊളിയാണല്ലോ എന്ന് തോന്നത്തക്ക രീതിയിൽ അതിനെ റെനോവേറ്റ് ചെയ്യുക, അതിന് നല്ല ഇമേജസ് എടുക്കുക, എന്നിട്ട് Airbnb-യിൽ അപ്ലോഡ് ചെയ്താലാണ് നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റുക. കൂടുതലായിട്ട് അതിൽ എക്സ്ട്രാ ഒന്നും ആഡിങ്സോ ഒന്നും വേണ്ട. നോർമലി എല്ലാ ബെഡ്റൂമിലും ബെഡും അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. ഇതൊക്കെ നല്ലൊരു ഭംഗിയിൽ സെറ്റ് ചെയ്ത് നല്ല കാണുമ്പം പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഇനി ബുക്ക് ചെയ്യുന്നവർ ഇത് കാണുമ്പം അവർക്കാണ് ഈ നിങ്ങളുടെ റൂമിനോടും നിങ്ങളുടെ വീടിനോടുള്ള ഒരു ഇഷ്ടം തോന്നി അവർ റെന്റലിന് എടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഒക്കെ സെറ്റാക്കി നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നല്ലൊരു വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. സീസൺ ടൈം ആണെങ്കിൽ ദിവസം തന്നെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. റൂംസൊക്കെ 1000 മുതൽ 2000 രൂപ വരെ വാടക വാങ്ങിക്കുന്നുണ്ട്. അല്ല ഇനി വീടോ ഇതുപോലെ 3-4 ഒരുമിച്ച് ഫ്ലോറിലാണെങ്കിൽ 3000-4000 രൂപ നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ സെറ്റ് ചെയ്ത് നിങ്ങളെ വീടായാലും നിങ്ങളെ ഫ്ലോർ ആയാലും നിങ്ങൾ ഉപയോഗിക്കാത്ത ഏത് പ്രോപ്പർട്ടി ആയാലും Airbnb-യിൽ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കാൻ പറ്റും. ഇതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇതിന് പ്രത്യേകിച്ച് ഇനി ഒരു എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ താമസിക്കുന്ന വീടുകളിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഏരിയകളും തന്നെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഒരു താമസത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാവും. കൂടുതലായിട്ട്
ചെയ്യേണ്ടത് നിങ്ങളെ വീട് പെട്ടെന്ന് കാണുമ്പം ഭംഗിയാക്കാൻ രീതിയിലുള്ള ഇമേജസോ കാര്യങ്ങളോ എടുക്കാനുള്ള ഒരു റെനോവേഷൻ മാത്രമേ അവിടെ വേണ്ടൂ. അങ്ങനെയുള്ള പൈസകൾ മാത്രമേ വേണ്ടൂ, വേറെ ഒരു കാര്യമില്ല. ഇത് വളരെ ഈസിയായി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. പ്രത്യേകിച്ചൊരു ശ്രദ്ധയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഈ രീതിയിൽ വീടിനെ വളരെ സെറ്റായി ഗസ്റ്റ് വരുമ്പോൾ വീട് അതിൻ്റെതായ രീതിയിൽ ഭംഗിയായി നിലനിർത്താനുള്ള ഒരു മാനസികമായ ഒരു ഇത് മാത്രമേ വേണ്ടൂ, അല്ലാണ്ട് വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഇത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അടുത്തത് കോ ഹോസ്റ്റിംഗ്. നിങ്ങളുടെ കയ്യിൽ വേക്കൻറ്റ് റൂമോ ഔട്ട് ഹൗസോ അതുപോലുള്ള ഒരു കാര്യങ്ങളും ഇല്ല, ശരി, പക്ഷെ നിങ്ങൾക്കും ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് പറഞ്ഞിരട്ടെ. ഇതൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. കാരണം എയർബിഎൻബിനെ കുറിച്ച് കാര്യങ്ങളെല്ലാം അറിയുന്നത് നമുക്കും ഈ ബിസിനസ് ചെയ്താലോ കൊള്ളാലോ എന്ന് തീരുമാനിക്കുന്ന ആൾക്കാർ. പക്ഷെ അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പറ്റില്ലായിരിക്കും. പക്ഷെ അവർ നിങ്ങളുടെ വരുമ്പം അവർക്ക് വേണ്ടി മാർക്കറ്റിംഗ് സൈഡ് കംപ്ലീറ്റ് ചെയ്തു കൊടുത്താണ് നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ആ വീട് റെനോവേറ്റ് ചെയ്യുക, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നോക്കുക, അതിൻ്റെ മാർക്കറ്റിംഗ് സൈഡ് കംപ്ലീറ്റ് എല്ലാ രീതിയിലും അതിനെ നല്ലൊരു ഔട്ട്ലുക്ക് ഉണ്ടാക്കിയെടുക്കുക. ആ പ്രോപ്പർട്ടിയുടെ എല്ലാ ഔട്ട്ലുക്ക് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അതിന് ഏറ്റവും നല്ല ഇമേജ് നോക്കിയെടുത്ത് അത് എയർബിഎൻബിയിൽ അപ്ലോഡ് ചെയ്യാം. ഈ ഒരു മാർക്കറ്റിംഗ് സൈഡാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇങ്ങനെ നോക്കിയാൽ പിന്നെ അത് മാത്രമല്ല, ബുക്കിംഗ് എടുക്കുക, പിന്നെ ഹൗസ് കീപ്പിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുക, ആ വന്നിരിക്കുന്ന ഗസ്റ്റിന് വേണ്ടുന്ന കാര്യങ്ങളിൽ ആ ഫ്ലാറ്റിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. ഇതുപോലുള്ള പാർട്ടുകൾ നിങ്ങൾക്ക് ചെയ്താൽ 15 മുതൽ 30% വരെ കമ്മീഷൻ വാങ്ങിക്കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ബിസിനസ് നടത്താൻ പറ്റുന്നത്. അതിന് നിങ്ങൾക്ക് സ്വന്തമായി ഒരു പ്രോപ്പർട്ടിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ ഓരോ എയർബിഎൻബിയുടെയും ഓരോ എയർബിഎൻബി റെന്റൽസിൻ്റെയും മാർക്കറ്റിംഗ് സൈഡ് കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ മാസവും ഇതുപോലെ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അടുത്തതാണ് എയർബിഎൻബി ആർബിട്രേജ് മോഡൽ. ഇത് ഞാൻ ആദ്യം പറഞ്ഞ 2 മോഡലുണ്ടോ, ആ 2 മോഡലും കൂടി ചേർന്നിട്ടുള്ള ഒരു മോഡലാണിത് എയർബിഎൻബി ആർബിട്രേജ്. ഇത് പറഞ്ഞ പോലെ നിങ്ങൾക്ക് സ്വന്തമായി ഫ്ലാറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ എന്താ, നല്ല മാർക്കറ്റ് നോക്കി, നല്ല വീടുകൾ നോക്കി, നല്ല ഫ്ലാറ്റുകൾ നോക്കി ലീസിനെടുത്തിട്ട് ആണ് നിങ്ങൾ ഈ ബിസിനസ് ചെയ്യേണ്ടത്. ഇത് ചിലപ്പോൾ ഇതൊരു സബ്ലെറ്റിംഗ് പരിപാടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ലീസിനെടുക്കുന്ന ഈ പ്രോപ്പർട്ടിയുടെ ഓണർമാരോട് ഇതിനെക്കുറിച്ച് കൃത്യമായി സംസാരിച്ച് ഇതിൻ്റെ നിയമവശങ്ങളെല്ലാം നോക്കി നിങ്ങൾക്ക് ആ സ്ഥലം എയർബിഎൻബിയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ഫർണിഷ് ചെയ്ത് നല്ല റെനോവേറ്റ് ചെയ്ത് നല്ല ഭംഗി ഒരു ഔട്ട്ലുക്ക് ഉണ്ടാക്കിയെടുത്ത് അതിൻ്റെ നല്ല നല്ല ഫോട്ടോസ് എടുത്ത് എയർബിഎൻബിയിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ബിസിനസ് വരാൻ തുടങ്ങും. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ കുറച്ച് അധികം ചിലവുള്ളതാണ്. പക്ഷേ അതിൻ്റെ എത്രയോ ഇരട്ടി ഉണ്ടാക്കിയ നിങ്ങൾക്ക് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വരുമാനത്തിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾ എത്ര ചിലവാക്കിയോ അതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് എളുപ്പത്തിൽ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഇത്. മൾട്ടിപ്ലൈ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ലൊക്കേഷനാണ് ഇതിൻ്റെ മെയിൻ. നല്ല നല്ല ലൊക്കേഷൻ നോക്കി നല്ല നല്ല പ്രോപ്പർട്ടി നിങ്ങൾ ലീസിനെടുത്ത് അതേ രീതിയിൽ ഏറ്റവും എയർബിഎൻബിക്ക് അനുയോജ്യമായ രീതിയിൽ ആ വീടിനെ മാറ്റി അത്രയും നല്ലൊരു ഇമേജസ് എടുത്ത് എയർബിഎൻബിയിൽ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ബിസിനസ് ഉണ്ടാക്കാനും പറ്റും. നിങ്ങൾ എത്ര ചിലവാക്കിയാൽ അതിൻ്റെ ഇരട്ടി എത്രയും സ്പീഡിൽ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാനും പറ്റും. ഇതാണ് എയർബിഎൻബി ആർബിട്രേജ്. ഇത് മറ്റുള്ളതുപോലെയല്ല, കുറച്ചധികം ഫസ്റ്റിൽ കുറച്ചധികം ചിലവ് വരുമെങ്കിലും അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു സബ്ലെറ്റിംഗ് പരിപാടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വീട് ലീസിന് എടുക്കുമ്പം തന്നെ ഇതിൻ്റെ ഓണർമാരോട് ഇതിനെക്കുറിച്ച് നന്നായി സംസാരിക്കണം. പിന്നെ അവർക്ക് കൊടുക്കുന്ന വാടകയുടെ കാര്യത്തിലായാലും കുറച്ചൊരു ഫ്ലെക്സിബിൾ മൂഡ് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും. കാരണം നിങ്ങളൊരു നിശ്ചിത വാടക പറഞ്ഞാലും നിങ്ങൾക്ക് ചിലപ്പോൾ സീസൺ ടൈം നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതിനനുസരിച്ച് അവരുമായി ഒരു കരാറിലെല്ലാം ഒരു എഗ്രിമെൻ്റെല്ലാം റെഡി ആയി കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്നും കൂടി നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു പുഷ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതിലെ വരുമാന സാധ്യത എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അവൾ ഇത് രണ്ടും മുന്നോട്ടുണ്ട്. കോ ഹോസ്റ്റിംഗ് ഉണ്ട്, ആർബിട്രേജ് നടത്തുന്നുണ്ട്. പക്ഷെ അവരുടെ ആളുടെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അധികം ഒന്നും ചെയ്യാതെ അധികം റിസ്ക് ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന 25 മുതൽ 30% വരെ ഈ കോ ഹോസ്റ്റിങ്ങിലൊക്കെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതേസമയം ആർബിട്രേജ് ആകുമ്പോൾ ചില സമയത്ത് സീസൺ ടൈമൊക്കെ ആകെ നല്ല വരുമാനം ഇതിൻ്റെ ആകെ കൂടി ടോട്ടൽ അതിൻ്റെ ഇരട്ടി വരുമാനം ആർബിട്രേജിലൂടെ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അധികം ഈ ആർബിട്രേജ് ചെയ്തപ്പോൾ ഒരു പ്രോപ്പർട്ടിയിൽ തന്നെ ഒരു മാസം അവൾക്ക് കിട്ടുന്നതിൻ്റെ സാധാരണ ഉള്ള ജോലിയിലെ വരുമാനത്തിൽ നിന്നും ഇരട്ടി വരുമാനം, അതിനേക്കാളും ഇരട്ടി വരുമാനം ഈ എയർബിഎൻബി ആർബിട്രേജിലൂടെ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ അത്രയും ബുദ്ധിപൂർവ്വം, കാരണം കുറച്ച് കണ്ണിങ് ആണ് ആള്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും കാര്യങ്ങൾ ചിന്തിച്ച് ആ ഏരിയൻ്റെ കാര്യങ്ങളൊക്കെ ഏരിയൻ്റെ മാർക്കറ്റ് പ്ലേസൊക്കെ മാർക്കറ്റ് വാല്യൂ ഒക്കെ മനസ്സിലാക്കി അത്രയും ഭംഗിയായാണ് പ്രോപ്പർട്ടി ലീസിന് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് തന്നെ ചില മാസങ്ങൾക്ക് അത്രയധികം വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങളപ്പോൾ ലീസിന് എടുക്കുന്നതായാലും ഈ കോ ഹോസ്റ്റിംഗ് നടത്തുന്നതായാലും അതിൻ്റെ ഏരിയക്കാണ് പ്രാധാന്യം. അത് ഏത് ലൊക്കേഷനിലാണോ അതിനനുസരിച്ചിട്ടാണ് വരുമാനത്തിനുള്ള സാധ്യത ഡബിൾ ആകുന്നത്. ഇതെങ്ങനെ തുടങ്ങാം? അതിനാദ്യം ഞാൻ ഈ 3 മോഡൽ പറഞ്ഞല്ലോ, ഈ മോഡലിൽ ഏതാണ് നിങ്ങൾക്ക്
ചെയ്യാൻ പറ്റും. ഏതാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചൂസ് ചെയ്യണം. ആദ്യം നിങ്ങൾക്ക് സ്വന്തമായ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുന്നു, അല്ല ഇനി കോ ഹോസ്റ്റിംഗ് മറ്റാർക്കെങ്കിലും വേണ്ടി സഹായത്തിൽ മാർക്കറ്റ് സൈഡ് മാത്രം നോക്കി അത് ചെയ്തു കൊടുക്കുന്നു, അല്ല ഇനി ഈ ആർബിട്രേജ് മോഡൽ ചെയ്യുന്നു. അവിടെ എവിടെന്നെങ്കിലും നല്ല പ്രോപ്പർട്ടി നോക്കി ലീസിന് എടുത്തിട്ട് അതിൽ നിങ്ങൾ ഈ Airbnb മോഡൽ അപ്ലൈ ചെയ്യുന്നു. ഇത് ഏത് ചെയ്യണം നിങ്ങൾ തീരുമാനിക്കാം. അടുത്തത് നിങ്ങൾ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. സ്വന്തമായി വീടുള്ളവരോ സ്ഥലമുള്ളവരോ ആണെങ്കിൽ അതിന് ചാൻസ് ഇല്ല. ഇനി അല്ലാത്തവരാണെങ്കിൽ ഈ ബിസിനസ് നടത്താൻ നോക്കുമ്പോൾ ഏറ്റവും നല്ല ലൊക്കേഷൻ, ഏറ്റവും നല്ല മാർക്കറ്റ് പ്ലേസ് നോക്കി സെർച്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതിനിറങ്ങാൻ വേണ്ടി. കാരണം ലൊക്കേഷൻ അതിൻ്റെ പ്രാധാന്യം ഞാൻ പലവട്ടമായി പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ലൊക്കേഷൻ റെഡി അല്ലെങ്കിൽ ചിലപ്പോൾ ബിസിനസ് ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. നല്ല ലൊക്കേഷൻ ആണെങ്കിൽ ഒറ്റ പ്രോപ്പർട്ടിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സക്സസ് ആകാൻ പറ്റും. അതുകൊണ്ട് ലൊക്കേഷന് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അത് നോക്കി വേണം നിങ്ങൾ ലൊക്കേഷനും ലീസിന് സ്ഥലം എടുക്കാനും വേണ്ടി. വെറുതെ ഒരു ലൊക്കേഷൻ എടുക്കുകയല്ല വേണ്ടത്, നല്ല പ്രോപ്പറായി റിസർച്ച് ചെയ്യണം. നിങ്ങൾക്ക് കിട്ടാവുന്ന എല്ലാവരോടും അന്വേഷിച്ച് അതിൻ്റെ എല്ലാ ഏരിയയിലും എവറി നോക്ക് ആൻഡ് കോർണർ നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ പ്രോപ്പർട്ടി സെലക്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ നിയമപരമായ വശങ്ങളെല്ലാം വളരെ കൃത്യമായി ശ്രദ്ധിച്ചിട്ട് വേണം ബിസിനസ് ചെയ്യാൻ വേണ്ടി. കാരണം ഇതിന് ഒരുപാട് വശങ്ങളുണ്ടാവും. എല്ലാ സ്ഥലവും Airbnbക്ക് പറ്റിയതായിരിക്കില്ല. പിന്നെ നിങ്ങൾ Airbnb പ്രോപ്പർട്ടി എടുത്ത സ്ഥലത്ത് പ്രത്യേകമായ റെസിഡൻഷ്യൽ നിയമങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ പാലിച്ച് വേണം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടി. പിന്നെ നിങ്ങൾ ലീസിന് എടുക്കുന്നതാണെങ്കിൽ ഈ ഓണർമാർ, ഇതൊരു സബ്ലെറ്റിംഗ് ആണല്ലോ, ഈ ഓണർമാർ ചിലപ്പോൾ അതിന് സമ്മതിക്കില്ല. അപ്പോൾ അവരെടുക്കുന്ന NOC, നോ ഒബ്ജക്ഷൻ ഓർഡർ, അവരെടുക്കുന്ന NOC ഒക്കെ വാങ്ങിച്ചിട്ട് വേണം നിങ്ങളിത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവരുമായി സംസാരിച്ച് കൃത്യമായ രേഖകൾ ഉണ്ടാക്കി വേണം നിങ്ങളിത് ചെയ്യാൻ വേണ്ടി. അവരോട് സംസാരിക്കണമെന്ന് വെച്ചാൽ അവരൊരു ലോങ് ടേമിന് കൊടുക്കുന്നതിനേക്കാൾ അധികം വരുമാനം ഈ ഷോർട്ട് ടേമിന് കൊടുക്കുമ്പോൾ കിട്ടുന്നുണ്ട്. കാരണം ഇത് വെറും ഒരു ഷോർട്ട് ടേം, കാരണം ഒരു 11 മാസത്തേക്കോ ഒരു കൊല്ലത്തേക്കോ 2 കൊല്ലത്തേക്കോ ഒന്നുമല്ല. ഒരു ദിവസം 2 ദിവസം കൂടി വന്നാൽ ഒരാഴ്ച, മാക്സിമം പോയ 1 മാസം. അതിനാൽ അപ്പുറം ഒന്നും ഒരു വിസിറ്റേഴ്സും ഒരു ഗസ്റ്റും താമസിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് ടേമാണ്. അപ്പോൾ ലോങ് ടേം റെൻ്റലിന് കൊടുക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി വരുമാനം. അത് മാത്രമല്ല, ഒരു ലോങ് ടേമിന് നമ്മളൊരു റെൻ്റലിന് നമ്മളെ വീടോ അതുപോലുള്ള പ്രോപ്പർട്ടീസോ കൊടുക്കുമ്പോൾ ഏതെല്ലാം രീതിയിൽ അത് വൃത്തികേടാക്കും. പക്ഷേ ഇതൊരു വരുന്നതൊരു വിസിറ്റേഴ്സോ, അപ്പോൾ അത്രയും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരോ അങ്ങനെയുള്ളവർ മാത്രമേ, അവർ അത്രയും ഭംഗിയായി അവർ നിൽക്കുന്ന സ്പേസ് സൂക്ഷിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിക്ക് ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രോപ്പർട്ടി ഓണർമാരോട് സംസാരിച്ചിട്ട് വേണം ലീസിന് എടുക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് ഈ നിയമപരമായ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഓണർമാരിൽ നിന്നുള്ള മറ്റു മാനസിക പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവാതെ നിങ്ങൾക്ക് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി ഇതിൻ്റെ പ്രിപ്പയറിംഗ് സൈഡ് നോക്കാം. ഇതിന് അത്യാവശ്യം വൻ സംഭവം നിങ്ങളാക്കാതെ നമ്മൾ നോർമലി ഒരു ഇമേജ്, ഒരു ഫോട്ടോൻ്റെ ഇമേജ്, ഒരു റൂമിൻ്റെ ഒരു ഇമേജ് കണ്ടാലേ നമ്മളെ ഭാഗത്ത് നിന്നുകൊണ്ട് നോക്കുക. ചില റൂമിലും കാണും, ചില ഫോട്ടോസ് കാണുമ്പോൾ നോക്കുന്നില്ലേ, അവിടെ ഒരു ദിവസം താമസം നല്ല രസമായിരിക്കും അല്ലേ, നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നൂലേ. നമുക്ക് തന്നെ അങ്ങനെ ഇഷ്ടം തോന്നുന്ന രീതിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രോപ്പർട്ടീനെ മാറ്റിയെടുക്കണം. കുറച്ച് നല്ല ഫീച്ചേഴ്സും നല്ല ഇമേജസും പിന്നെ പ്ലാൻസും ഇതൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിലേക്ക് നിങ്ങളുടെ റൂമിനെയും നിങ്ങളുടെ പ്രോപ്പർട്ടീനെയും ഒക്കെ മാറ്റി അതിൻ്റെ ഇമേജസ് ആണ് Airbnbയിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ മാറ്റാനാണ് നിങ്ങൾക്ക് കൂടുതൽ എക്സ്പെൻസ് ആവശ്യം വരുന്നത്. ചില തീം പിടിച്ച് നമുക്ക് ഓരോ റൂം ചെയ്യാം, ഓരോ കളർ പിടിച്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളെ വീടിൻ്റെ ഭംഗി കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ബിസിനസ് കിട്ടുകയും ചെയ്യും. എല്ലാ ദിവസവും നിങ്ങളുടെ പ്രോപ്പർട്ടി സോൾഡ് ഔട്ട് ആവുകയും ചെയ്യും. അതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. പിന്നെ ഒരു കാര്യം വെച്ചാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ വീടിനകത്ത് വേണം, നമ്മളൊരു ബെഡ്റൂമിൽ കിടന്ന് രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ രാവിലെ ഒരു കോഫി വിചാരിക്കും അല്ലേ വേണമെന്ന്. അപ്പോൾ അതിനൊക്കെയുള്ളൊരു സെറ്റപ്പ് നമ്മളെ വീടിനകത്ത് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വാല്യൂ കൂടും. അതൊക്കെ ഈ ഫോട്ടോയിൽ ഉൾപ്പെടുത്താൻ പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങളെ റൂമിനായാലും നിങ്ങളെ പ്രോപ്പർട്ടിക്കായാലും ബുക്കിംഗ് വരും. ഇതൊക്കെ അതിൻ്റെ ഒരു ട്രിക്ക്. ഈ രീതിയിലൊക്കെ നിങ്ങൾ ബിസിനസ് ചെയ്ത് കൊണ്ടുപോയാൽ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം വരുമാനം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യമുണ്ട്, ഡോർ ലോക്ക്. കാരണം നിങ്ങൾ ആ ഏരിയയിലുള്ള ആളായിരിക്കില്ല അല്ലേ, പക്ഷെ നിങ്ങൾ വരുമ്പോഴത്തേക്കും ഗസ്റ്റിന് ഓർഡർ കൊടുത്ത് ഗസ്റ്റിൻ്റെ എടുക്കുന്ന പൈസ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ ഡോർ ലോക്കിന് ഒരു പാസ്വേഡ്. ആ പാസ്വേഡ് പറഞ്ഞു കൊടുത്ത് അവർ തന്നെ ഓൺ ചെയ്ത് ഡോർ ലോക്ക് ഞെക്കി അവർക്ക് കയറാൻ പറ്റും. നിങ്ങളൊരു പ്രസൻസിൻ്റെ ആവശ്യമേ വരുന്നില്ല. അവർ തന്നെ കൃത്യമായി കാര്യങ്ങളൊക്കെ ചെയ്തോളും. പിന്നെ നിങ്ങൾ സൂക്ഷിക്കേണ്ട ആൾക്കാർ ഹൗസ് കീപ്പിങ്ങിനുള്ള ആൾക്കാരല്ല. കാരണം വരുന്ന ഗസ്റ്റ് വന്ന് പോയി കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ, കാരണം അപ്പം തന്നെ നിങ്ങൾക്ക് മറ്റൊരു ബുക്കിംഗ് വന്നിട്ടുണ്ടെങ്കിൽ വീട് റെഡിയാക്കേണ്ട ആവശ്യത്തിന് മാത്രം നിങ്ങളൊരു ഹൗസ് കീപ്പറെ സൂക്ഷിക്കുകയേ വേണ്ടൂ. അല്ലാണ്ട് വേറൊരു എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ഭംഗിയായി ഈസിയായി ബിസിനസ് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റും. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും കാലം വെറുതെ പൊടി പിടിച്ച് വെറുതെ നെഗറ്റീവ് എനർജി അടിച്ചിട്ടുണ്ടിരുന്ന റൂമൊക്കെ വരുമാനം ഉണ്ടാക്കാൻ
ചെയ്യാനുള്ള വഴിയാണല്ലോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് വളരെ ഈസിയായി മാനേജ് ചെയ്യാനും പറ്റും. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എയർബിഎൻബിയിൽ രജിസ്റ്റർ ചെയ്യുക, ലിസ്റ്റ് ചെയ്യുക. എയർബിഎൻബിയിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടത് ലിസ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ കുറേ യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് പോയി കാണാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പ്രോപ്പർട്ടിയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ അതൊക്കെ ലിസ്റ്റ് ചെയ്തിടുക. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അതുപോലുള്ള എന്തൊക്കെ നമ്മൾ വീട്ടിനകത്ത് എന്തൊക്കെ വേണം, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, എന്തൊക്കെ അപ്ലയൻസസ് ഉണ്ടോ അതൊക്കെ നിങ്ങൾ ലിസ്റ്റ് ചെയ്തിടുക. പിന്നെ ഡോർ ലോക്കിൻ്റെ കാര്യം വെച്ചാൽ ഈ ഇൻസ്റ്റൻറ്റ് ചെക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്ന് വെച്ചാൽ അവർ പൈസ അടച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ ആരുടെ സഹായം ഇല്ലാതെ, നമ്മളെ ആരെയും സഹായം ഇല്ലാതെ തന്നെ അവർക്ക് വന്ന് റൂമിൽ ചെക്കിൻ ചെയ്യാൻ പറ്റുന്നതാണ് അത്. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമാകും. കാരണം കസ്റ്റമേഴ്സിന് പൊതുവെ പ്രൈവസി ആഗ്രഹിക്കുന്നവരായിരിക്കുമല്ലോ എല്ലാ കസ്റ്റമേഴ്സും. പ്രൈവസി ചെക്കിൻ ഉണ്ടാകുമ്പോൾ അതിന് കുറച്ചുകൂടെ വാല്യബിൾ ആയിരിക്കാം. ഈ ഡോർ ലോക്ക് ഫെസിലിറ്റി നിങ്ങളെ ഫ്ലാറ്റിനുണ്ടെങ്കിൽ അപ്പോൾ അതുകൂടെ ഈ ഇൻസ്റ്റൻറ്റ് ചെക്കിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അപ്പോൾ അതുകൂടെ നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കസ്റ്റമേഴ്സിന് അത് കുറച്ചുകൂടി ഇഷ്ടമാവുകയും ചെയ്യും, ബുക്കിങ്ങിനുള്ള ചാൻസ് കൂടുകയും ചെയ്യും. പിന്നെ ഇമേജസിൻ്റെ കാര്യം പിന്നെ പ്രത്യേകം പറയണല്ലോ, നല്ല നല്ല ഇമേജസ് നോക്കി, ഏറ്റവും ഭംഗിയുള്ള ഇമേജസ് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നന്നായി ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി ഇത് ആർക്കൊക്കെ ചെയ്യാം? ഹോം മേക്കേഴ്സിന് ചെയ്യാം. കാരണം ഉപയോഗിക്കാത്ത റൂമുകളോ കാര്യങ്ങളോ ഉള്ള ഹോം മേക്കർമാർക്ക്, കാരണം അവർ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഡീൽ ചെയ്ത് മാനേജ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണിത്. അപ്പോൾ ഹോം മേക്കേഴ്സിന് ഭംഗിയായി ചെയ്യാം. പിന്നെ പുറം നാടുകളിൽ ജോലിയുള്ളവർക്ക് അവർ നാട്ടിൽ വീടെടുത്ത് വെച്ചിട്ടാണ് പുറം നാടുകളിലേക്ക് പോകുന്നുണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ടായാലും അവർ അടച്ചിടുന്നുണ്ടാവും. 2-3 വർഷത്തിലൊരിക്കൽ വരുമ്പോൾ മാത്രമാണ് അവരത് ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ടൈം നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണിത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാം. പിന്നെ യങ്സ്റ്റേഴ്സിന് അവർക്ക് പ്രത്യേകിച്ച് പ്രോപ്പർട്ടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ അവർക്ക് മാർക്കറ്റിംഗ് സൈഡ് വളരെ ഭംഗിയായി ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് ഈ കോ ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന മോഡൽ വളരെ വൃത്തിയായി ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് എല്ലാ കാര്യങ്ങളും അവർക്ക് ഡിജിറ്റൽ പ്രസൻസ് കൊടുക്കാനും അതിൻ്റെ എല്ലാ ഇമ്പോർട്ടൻസോടും കൂടി മാർക്കറ്റിംഗ് സൈഡ് കൈകാര്യം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർക്കിത് വളരെ ഭംഗിയായി ചെയ്യാൻ പറ്റും. യങ്സ്റ്റേഴ്സിന് പ്രത്യേകിച്ച് ഒരു പണിയില്ലാതെ നടക്കുന്ന യങ്സ്റ്റേഴ്സിന് പറ്റിയ നല്ലൊരു ജോബ് ബിസിനസ്സാണിത് കോ ഹോസ്റ്റിംഗ്. സാലറിഡ് പീപ്പിൾസിന് ഇത് ചെയ്യാം. കാരണം അവർക്ക് വരുമാനം ഉണ്ടാവും, പക്ഷേ അവരുടെ വരുമാനം ഒന്നിനും തികയുന്നുണ്ടാവില്ല. അവർക്കൊരു എക്സ്ട്രാ ഇൻകം അത്യാവശ്യമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റും. കാരണം പ്രത്യേകിച്ച് ഒരുപാട് റിസ്ക്കോ കാര്യങ്ങളോ ഇല്ല, കുറച്ചൊന്ന് മെനക്കെട്ടാൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. അവരെ ജോലിയെ ബാധിക്കാതെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് മൊത്തത്തിൽ എയർബിഎൻബി ബിസിനസ്. അപ്പോൾ ഇതിൽ എന്താണ് നിങ്ങൾക്ക് പറ്റിയതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അത്യാവശ്യം വെയ്ക്കാൻ റൂമോ കാര്യങ്ങളോ പ്രോപ്പർട്ടിയോ ഇതുപോലുള്ള ഔട്ട് ഹൗസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് 1 ചെയ്യാം. ഇനിയല്ല നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനേ പൈസ ഇല്ല, ഇനി അതൊന്നും ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് 2 ചെയ്യാം, കോ ഹോസ്റ്റിംഗ് കമ്മീഷൻ ബേസിൽ. അല്ല ഇനി അത്യാവശ്യം ഇൻവെസ്റ്റ് ചെയ്യണം, കുറച്ച് നല്ലൊരു വരുമാനത്തിനുള്ള ചാൻസ് വേണം, നല്ലൊരു ബിസിനസ്സായി തന്നെ ഇത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് 3 ചെയ്യാം. ഇതിൽ ഏതാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. ഇതേപോലെ സ്വിഗ്ഗിയിൽ കൂടി വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ബിസിനസിൻ്റെ ഒരു വീഡിയോ ആണിത്. കയറി കാണാത്തവരാണ് കണ്ടു നോക്കുക. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡലാണിത്. ഒന്ന് കണ്ടു നോക്കാം, നിങ്ങൾക്ക് ഉപകരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.